ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഫസ്റ്റ് കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ എന്തെങ്കിലും എന്നിട്ട് കമൻ്റായിട്ട് ചെയ്യട്ടോ. പിന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്കൂൾ തുറന്നു പർച്ചേസിങ് ആണെന്ന് തന്നെ വിചാരിക്കരുത്. കാരണം നമ്മൾ സ്കൂളായിട്ടും പെരുന്നാളായിട്ടും കുറച്ചെങ്ങാനും അങ്ങാടി കൂടി തെണ്ടി നടന്നിക്കണമെന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ അങ്ങാടിയിലോട്ട് തന്നെ പോയി നിൽക്കുകയാണ് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ ഓപ്പണിംഗ് ഡേ ആണ് നാളെ. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ കുറച്ച് അധികം വേണം. അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഷംല മിസ്സും സഫ്നയും കൂടെ നമ്മൾ പോകുന്നതാണ് കേട്ടോ അലനല്ലൂർ. പിന്നെ കുറേ ആൾ കൂടിയെടുത്ത് നമ്മൾ പാമ്പ് ചാവൂല എന്ന് പറയില്ല, അതേ പഴഞ്ചൊല്ലാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് കൂടിക്കഴിഞ്ഞാൽ പല ഒപ്പീനിയൻസ് ആക്കാറല്ലേ. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് കറക്റ്റ് ഒന്ന് ഡിസൈഡ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മൂന്നാളും കൊണ്ട് കുറച്ച് കളേഴ്സ് സെലക്ട് ചെയ്തു. ഫ്ലൂറസെൻറ്റ് പേപ്പേഴ്സ് ആണെങ്കിലും പിന്നെ വേറെ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ മൂന്നാളും ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് റിബൺ ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ വേണ്ട സാധനം ചോദിച്ചാൽ കിട്ടൂല, വേണ്ടാത്ത സാധനങ്ങളാണെങ്കിൽ ഇഷ്ടം പോലെയായിരുന്നു. പറഞ്ഞ മാതിരിയാണ് അവസ്ഥ. വേണ്ടത് ചെന്നാൽ കിട്ടൂല, വേണ്ടാത്തത് ചെന്നാൽ ഇഷ്ടം പോലെ. ഇനി നമ്മൾ ആ വേണ്ടാത്തതിന് ചെന്നാലോ അന്ന് ആ വേണ്ടത് ഉണ്ടാവില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ് കേട്ടോ. പിന്നെ കുറച്ചധികം ഫ്ലൂറസെൻറ്റ് പേപ്പേഴ്സ് മേടിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഫ്ലവർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ കളേഴ്സ് മേടിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച നന്മയിൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് എന്നുള്ളത്. പക്ഷേ നമ്മൾ വന്നപ്പോൾ കഴിഞ്ഞതാണോ എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് അധികം കളക്ഷൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടുന്ന്. പിന്നെ അവിടുത്തെ അല്ലെങ്കിൽ വേണ്ട അല്ലേ. പിന്നെ കുറച്ച് ഗിൽറ്റ് പേപ്പേഴ്സ്, അതുപോലെ കോൺവെക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് റിബൺ ചെയ്യാൻ വേണ്ടിയിട്ട് മെറൂൺ റിബണാണ് കേട്ടോ സഫ്ന മിസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ മക്കൾക്ക് ഒരു റോസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ KG സെക്ഷനിൽ LKG സെക്ഷനിലുള്ള മക്കൾക്ക് ഫസ്റ്റ് ഡേക്ക് ഒരു റോസ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് നോക്കിയിട്ട്, പക്ഷെ ഫുൾ മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ നമ്മളത് ചൂസ് ചെയ്തില്ല. പിന്നെ നമുക്ക് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ, അതുപോലെ കോൺവെക്കേഷൻ്റെ കൺഗ്രാജുലേഷൻസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള കുറേ ആക്സസറീസ് മേടിക്കാണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ച പോലെയല്ലേ, എന്തിലോ ഒന്ന് പോയി ഷംല മിസ് പൊട്ടിട്ടു. അത് കാരണം നമുക്ക് ഷംല മിസ് പറഞ്ഞ് ഇത് വെച്ചിട്ട് ചെയ്താലോ എന്നുള്ളൊരു പ്ലാനും കൂടെ വന്നപ്പോൾ പിന്നെ നമ്മൾ നല്ല കളറ് തിരഞ്ഞെടുക്കാൻ നോക്കിയിട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ അതും സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ട നമ്മളെ എന്താ ഇപ്പോൾ പറയുക, അതിന് ചാർട്ട് പേപ്പർ വേണമല്ലോ, അതും സെലക്ട് ചെയ്തിട്ടുണ്ടോ. പിന്നെ ഇപ്പോൾ ഏതായാലും പോകുന്നതല്ലേ, കുറച്ച് മാർക്കറും കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഷംല മിസ്. മാർക്കർ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ സ്റ്റാഫ് റൂമിൽ ആവശ്യമാണല്ലോ. അങ്ങനെ കുറച്ച് മാർക്കറും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് സഫ്ന മിസ് ഒരു ബ്രഷും അതുപോലെ ഒരു ബ്ലാക്ക് പെയിൻ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും യൂസ് ചെയ്തില്ല, ജസ്റ്റ് വെറുതെ അവിടെ കൊണ്ടുപോയി വെച്ചു എന്ന് മാത്രം. അത് വർക്കായില്ല കേട്ടോ. പിന്നെ ഷംല മിസ് പറയാം നമ്മൾ സ്ലൈറ്റ് ആയിട്ടുള്ള നിബ് പോലെ മാർക്കറിന് എന്നുള്ളത് കേട്ടോ സഫ്ന മിസ്സിനോട്. അങ്ങനെ നമ്മൾ അവിടെ അലനല്ലൂർ നന്മയെന്ന് പോകുന്നു കേട്ടോ. അവിടെ അധികം ബലൂൺസിൻ്റെ കളക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ വന്നത് നമ്മൾ തോരക്കാട്ടിലാട്ടോ. മൈ ഫേവറേറ്റ് പ്ലേസ് ദാറ്റ്. കാരണം ഞാനെപ്പോഴും അവിടുന്ന് പർച്ചേസ് ചെയ്യാറ്. നമ്മൾ എന്ത് ചെന്ന് ചോദിച്ചാലും എല്ലാ സാധനങ്ങളും അവിടുന്ന് കിട്ടും കേട്ടോ. കാരണം നന്മയിൽ നമുക്ക് അങ്ങനെ കിട്ടാത്ത സാധനങ്ങൾ നമുക്ക് തോരക്കാട്ടിൽ കിട്ടാറുണ്ട് കേട്ടോ. ഞാനെപ്പോഴും വർഷങ്ങളായിട്ട് ഇവിടെ പർച്ചേസ് ചെയ്യുക. പിന്നെ നമുക്ക് ബൾക്കായിട്ട് എടുക്കുമ്പോൾ കുറച്ച് തരും, അങ്ങനെയുള്ള ബെനിഫിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് പർച്ചേസ് ചെയ്യാറ്. നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊക്കെ മുഴുവനും ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ തോരക്കാട്ടിൽ ഫാൻസിന്ന്. പിന്നെ നമ്മളിപ്പോൾ അവിടെ എന്തോ പറയില്ലേ, വർത്താനത്തിൻ്റെ ഇടയിലാണ് പുട്ട് കച്ചവടമെന്നോ അങ്ങനെ എന്തോ പറയില്ലേ. നമ്മളവിടെ കാര്യമായിട്ട് സ്കൂൾക്ക് ഡെക്കറേറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ നോക്കുമ്പോൾ ഇവർ മലയും നോക്കട്ടെ ഇവിടെ ആനുവൽ ഡേക്ക് എന്തൊക്കെ ഇടുക എന്നുള്ളതിൽ. അങ്ങനെ സഫ്ന മിസ്സിനെ വിളിച്ച് പറഞ്ഞതാട്ടോ ഞാൻ വരുന്നുണ്ട് എൻ്റെ വീഡിയോ എടുക്കൊണ്ടുവന്ന്. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കണോടൊന്ന് വേഗം ഓടി എന്നിട്ട് ഉള്ള വീഡിയോ എടുത്തു കേട്ടോ. ഞാൻ അതിന് തെറ്റണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ എത്തിയത് ഫുഡ് കഴിക്കാനാണ്. ഒരു 1:30 അപ്പോൾ സ്റ്റാഫ് റൂമിൽ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാണ് കേട്ടോ. ഇത് ഷെയ്സ, സിനി മിസ്സിൻ്റെ മോളാണ്. എന്നെ പോലെ തന്നെയാണ് കേട്ടോ. ചമ്മന്തിയും അച്ചാറും ഇല്ലാണ്ട് കഴിക്കില്ല. അപ്പോൾ ഞാനല്ലേ ചമ്മന്തി കൊടുക്കണേ. എൻ്റെ അടുത്ത് ചെയറിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ പ്രോഗ്രാമിനുള്ള സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് കട്ട് ചെയ്യൽ, അതുപോലെ
നമ്മളുടെ നെയിം ബോർഡ് സ്റ്റിക്ക് ചെയ്യൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഡേ ആകുമ്പോൾ കുട്ടികളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് ഡെക്കറേഷനും അതുപോലെ നമ്മളുടെ ഹോള് വരാന്ത ഉള്ള ഭാഗങ്ങളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളുടെ ഈ സൈഡിലിരിക്കുന്ന മിസ്സ് നമ്മളുടെ പുതിയതായിട്ടുള്ള സ്കൂൾ വന്നിട്ടുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ടീച്ചറാണ് കേട്ടോ. പേര് എമിലി. അങ്ങനെയാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതാണ് മെയിൻ ഹൈലൈറ്റ്. ഷംല മിസ്സൊക്കെ അറിയാത്ത പോലെ നിൽക്കുന്നു. അതുപോലെ ഫെബിന മിസ്സ് എന്നെ എടുക്കണ്ട പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ കുറച്ച് മതി, സൈഡ് മതി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ജോലികൾ തകർപ്പനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ നമ്മളുടെ ഹോള് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ബലൂൺസ്, പിന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ബലൂൺസൊക്കെ ബോ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ടീച്ചേഴ്സ് മാത്രമേ ഇത് കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഇരുന്നിട്ടുള്ളൂ. എന്നിട്ടും നമ്മൾ 1:30ക്ക് കട്ട് ചെയ്യാൻ തുടത്തിയിട്ട് നമ്മൾ ഒരു 4 o'clock കൂടെ നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സാറ് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാതും അത് ക്യാരി ചെയ്ത് വീട്ടിൽ പോന്നിട്ട് വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ അതൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷംല മിസ്സും ഞാനും സഫ്ന മിസ്സും കൂടെ. സഫ്ന മിസ്സ് നെയിം ബോർഡും കാര്യങ്ങളും ബെഞ്ചിൽ സ്റ്റിക്ക് ചെയ്യേണ്ട സെറ്റാക്കി. ഞാൻ വരാന്തയിലുള്ള കാര്യങ്ങൾ അതുപോലെ ലെറ്റേഴ്സിനൊക്കെ കട്ട് ചെയ്യൽ ഷംല മിസ്സും കാർണിയ മിസ്സൊക്കെ കൂടി ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴും ഇതൊക്കെ നമുക്ക് പുതുതായിട്ടുള്ള പിന്നെ അനുഭവങ്ങളാണ്. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് ഡെക്കറേഷൻ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് KG സെക്ഷൻ മാത്രമല്ല കേട്ടോ, എല്ലാ ടീച്ചേഴ്സും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഈ ഡെസ്കിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് സഫ്ന മിസ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിന് ഒരു നെയിം ബോർഡാണ്. അതിൻ്റെ മുകളിൽ ഓരോ മക്കളുടെ നെയിം സ്റ്റിക്ക് ചെയ്യും കേട്ടോ. അത് സംഭവം കിടുവാണ്, അടിപൊളിയാണ്. ആൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ലേറ്റായിട്ടാണ് കിടന്നിട്ടുള്ളത്. ഇത് എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു 2 മണിക്ക് കിടന്നു എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ സ്കൂളിലെത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഹാങ് ചെയ്തതാണ്. കട്ട് ചെയ്ത് നമ്മളെല്ലാവരും കൂടെ കട്ട് ചെയ്ത് ഞാൻ ലാഡറൊക്കെ വെച്ചിട്ട് ഞാൻ ഹാങ് ചെയ്തതാണ് കേട്ടത്. ഞാൻ പറഞ്ഞില്ലേ നെയിമൊക്കെ ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെന്ന്, ആ സംഭവമാണ് കേട്ടത്. ഇത് നന്നായിട്ടുണ്ടായിരുന്നു. നമ്മുടെ 2 ക്ലാസ്സിലും ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. LKG Aയിലും LKG Bയിലും ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും സഫ്ന മിസ്സിൻ്റെ ക്രിയേഷനാണ് കേട്ടോ. നന്നായിട്ട് എഴുതും. നമ്മൾ സ്കൂളിലെ സർട്ടിഫിക്കറ്റ്സൊക്കെ സഫ്ന മിസ്സിനായിട്ടും അതുപോലെ സൗദ മിസ്സിനായിട്ടാണ് എഴുതിപ്പിക്കാറ്. ഇനി നമ്മളുടെ കുഞ്ഞു കുട്ടികളുടെ വെൽക്കം ഡാൻസ്
ഞാനും സഫ്ന മിസ്സും കൂടെ ഒരു ദിവസം കൊണ്ടാണ് കേട്ടോ ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളുടെ കോൺവെക്കേഷൻ ഡേൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിക്കലോ അതുപോലെ സർട്ടിഫിക്കറ്റ് കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ സ്റ്റേജിൽ. അപ്പോൾ ഇത്രയും ആളുകളുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ. അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്. പിന്നെ പറയാൻ മറന്നുപോയി, ഇപ്പോൾ ഇതാണല്ലോ ട്രെൻഡ്. ഇയാളുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മളുടെ മൈ ഫസ്റ്റ് ഡേ അറ്റ് AET ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബായ്.